രജനീഷ് ഉണ്ണിത്താൻ, നിങ്ങൾ കാത്തിരിക്കുകയായിരുന്നു. അധികാരമേറ്റ ഉടനെ തന്നെ ആറന്മുള വിമാനത്താവളവുമായി മുന്നോട്ട് പോകാൻ സുപ്രീം കോടതി അനുമതി നിഷേധിച്ച ഒരു വിമാനത്താവളത്തിൻ്റെ പദ്ധതിയാണ്. നിങ്ങൾ വീണ്ടും വികസനത്തിൻ്റെ പേര് പറഞ്ഞ് വീണ്ടും അവിടുത്തെ തണ്ണീർത്തടങ്ങളെല്ലാം മണ്ണിട്ട് നികത്തി ഭൂമാഫിയകൾക്ക് എല്ലാ കച്ചവടങ്ങൾക്കും അനുമതി നൽകാൻ വേണ്ടി എന്തിനു പറയുന്നു? ആറന്മുളയിൽ വിജയിച്ച MLA അബിൻ വർക്കി വലിയ പ്രതീക്ഷയോടെയാണ് അവിടുത്തെ ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചത്. അദ്ദേഹം വിജയിച്ച ഉടനെ ആദ്യം പറഞ്ഞത് വിമാനത്താവള പദ്ധതിയുമായി മുന്നോട്ട് പോകുമെന്നാണ് പറഞ്ഞത്. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, നിങ്ങൾക്ക് മുൻ MLA ഉണ്ടായിരുന്നു അഡ്വക്കേറ്റ് ശിവദാസൻ നായർ. എന്തുകൊണ്ടാണ് അദ്ദേഹം തോറ്റുപോയത് എന്ന രാഷ്ട്രീയ ചരിത്രം ഒന്ന് പരിശോധിക്കുന്നത് നന്നാവും. 10 വർഷം മുമ്പാണ്. അത് കഴിഞ്ഞ് 10 വർഷത്തിന് ശേഷമാണ് ആ മണ്ഡലം കോൺഗ്രസിന് തിരികെ കിട്ടുന്നത്. അബിൻ വർക്കിക്ക് ആറന്മുളയുടെ ചരിത്രം അത്ര അറിയാമെന്ന് തോന്നുന്നില്ല. പുതിയ ആളാണ്, ആറന്മുളക്കാരനല്ല. അപ്പോൾ വന്ന് മണ്ഡലമൊക്കെ പഠിക്കുന്നതേ ഉള്ളൂ. വന്ന ഉടനെ തന്നെ പറയുകയാണ് ആറന്മുള വിമാനത്താവളവുമായി മുന്നോട്ട് പോകും. അദ്ദേഹം പറഞ്ഞ് ഒരാഴ്ച കഴിയും മുമ്പ് സ്വകാര്യ വ്യക്തി ഡ്രോൺ കൊണ്ടുവരുന്നു, ഡ്രോൺ പറത്തി സർവേ അങ്ങ് നടത്തുകയാണ്. അവിടെ ജില്ലാ കളക്ടർ അറിഞ്ഞില്ല, തഹസീൽദാർ അറിഞ്ഞില്ല. മിച്ചഭൂമിയുടെ കേസ് ഹൈക്കോടതി നടപ്പുണ്ട്. അങ്ങനെ നടക്കുമ്പോഴാണ് ഒരു സ്വകാര്യ വ്യക്തി ഇത്തരത്തിലുള്ള കച്ചവടവുമായി മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ജില്ലാ കളക്ടർ കോഴഞ്ചേരി തഹസീൽദാരോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. അപ്പോൾ ആറന്മുളയിൽ ഇതെല്ലാം നികത്തി ഉടനെ തന്നെ വിമാനം ഇറക്കാനുള്ള പദ്ധതിയാണ്. സതീശൻ സർക്കാർ ഈ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകുകയാണോ? രജനീഷ് ഉണ്ണിത്താൻ, നോക്കൂ വിനോദ്, നമ്മുടെ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, കാള പെട്ടെന്ന് കയറ്റുമ്പോൾ തന്നെ കയറെടുക്കുന്ന സ്വഭാവം. അതാണ് താങ്കളുടെ ഓരോ വരികളിലും ഇരുന്നത് പറഞ്ഞുകൊണ്ടിരുന്നത് എന്ന് എനിക്ക് യാതൊരു യാദൃശ്യവുമില്ലാതെ പറയേണ്ടി വരും. എന്താണ് ആറന്മുള വിമാനത്താവളം എന്നുള്ളത് നിങ്ങൾ ആദ്യം ഒന്ന് പരിശോധിക്കണം. ആറന്മുള വിമാനത്താവളം ആരാണ് അനുമതി കൊടുത്തത്? ആറന്മുള വിമാനത്താവളവുമായി ബന്ധപ്പെട്ട് 2004 ഈ ആറന്മുള വിമാനത്താവളവുമായി ബന്ധപ്പെട്ട പദ്ധതിയുമായി ബന്ധപ്പെട്ടൊരു പദ്ധതിയുമായി ബന്ധപ്പെട്ട് വരുന്നത്. 2006 ആരായിരുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നത്? VS അച്യുതാനന്ദനല്ലേ? VS അച്യുതാനന്ദനല്ലേ തത്വത്തിൽ ആ വിമാനത്താവളത്തിന് അനുമതി കൊടുത്തത്? അന്ന് അവിടെ എങ്ങും പരിസ്ഥിതി പ്രവർത്തകരായി അഭിനയിക്കുന്ന CPMകാരുടെ അല്ലെ CPIക്കാരുടെ സമരമൊന്നും നമ്മൾ കണ്ടില്ലല്ലോ. അല്ലെന്ന് നിങ്ങൾക്ക് സമർത്ഥിക്കാൻ പറ്റുമോ? നിങ്ങളുടെ ലൈബ്രറികളിൽ നോക്കൂ. നിങ്ങൾ UDF ഗവൺമെന്റിന്റെയും സർക്കാരിന്റെയും മുകളിലേക്ക് എന്തൊക്കെയോ വലിയ പാതകം ചെയ്യുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞ് വലിയ രീതിയിലേക്ക് ആക്ഷേപം ഉന്നയിക്കുമ്പോൾ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കണം. 2006 ഈ ആറന്മുള പദ്ധതിയുമായി ബന്ധപ്പെട്ട തത്വത്തിൽ അനുവാദം കൊടുക്കുന്നത്. അത് ഇന്ന് ആ ഭൂവുടമസ്ഥൻ തന്നെ അതുമായി ബന്ധപ്പെട്ട ആൾ പറഞ്ഞില്ല, മുട്ടയെ വെച്ച് ഒപ്പിട്ട് കൊടുത്ത കാര്യമൊക്കെ പറയുന്നുണ്ടല്ലോ. അതൊക്കെ നിങ്ങൾ വിഴുങ്ങിപ്പോയോ എന്ന് എനിക്ക് സംശയമുണ്ട്. അതോ നിങ്ങൾ എന്താണ് എനിക്കറിയില്ല, അത് ഞാൻ കൂടുതൽ പരാമർശിച്ചു പോകുന്നില്ല. പിന്നെ ഇവിടെ അബിൻ വർക്കിയെ പറ്റി, അവിടുത്തെ MLA പറ്റി പറഞ്ഞു. അബിൻ വർക്കി എന്ന് പറയുന്ന MLA ആറന്മുളയിൽ പുതിയൊരാളൊന്നും അല്ല. കേരളത്തിലെ സമകാലീന രാഷ്ട്രീയത്തെ പറ്റി പഠിച്ച് അവതരിപ്പിക്കുവാനും കാര്യങ്ങൾ ചെയ്യുവാനും തന്റെ ഇടമുള്ള പ്രാപ്തിയുള്ള ആളായതുകൊണ്ടാണ് വലിയ ഭൂരിപക്ഷത്തിൽ അവിടെ BJPയുടെ ഒക്കെ സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നല്ലോ. CPMന്റെ മന്ത്രിയായ ഒരാളുണ്ടായിരുന്നല്ലോ. കഴിഞ്ഞ 5 വർഷക്കാലം കേരളം ഭരിച്ച മന്ത്രി മത്സരിച്ച മണ്ഡലമാണല്ലോ ആറന്മുള. അവിടെ വലിയ ഭൂരിപക്ഷത്തിൽ ആ മണ്ഡലത്തിന് ആവശ്യകനായ ഒരു ആളെയാണ് അവിടുത്തെ MLA ആക്കേണ്ടത് എന്ന് കണ്ടുകൊണ്ട് ആറന്മുളയെ സ്നേഹിക്കുന്ന ആറന്മുളയുടെ പ്രിയപ്പെട്ടവർ എല്ലാ ജാതി മത സമവാക്യങ്ങളും എല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് എല്ലാവരും ഒന്നിച്ച് വോട്ട് ചെയ്ത് വിജയിപ്പിച്ച MLA ആണ് അവിടെ ഉള്ളത്. എവിടെയാണ് ആറന്മുളയുടെ MLA ഈ ആറന്മുള വിമാനത്താവളം വേണം എന്ന് പറഞ്ഞ് വലിയ വാദങ്ങളുമായി വന്നേക്കുന്നത്? അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു? വിശ്വാസത്തെ സംരക്ഷിച്ചുകൊണ്ട് പരിസ്ഥിതിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും ഞാൻ MLA ആയിരിക്കുമ്പോൾ അങ്ങനെ അതിനുമായി ബന്ധപ്പെട്ട സ്വാഗതം ചെയ്യും എന്നാണ് പറഞ്ഞത്. അല്ലാതെ അവിടെ ഇന്നുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഈ സ്റ്റേറ്റ്മെന്റ് ഒന്നും അതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ എന്താണ് ആറന്മുള അല്ലെങ്കിൽ പത്തനംതിട്ട ജില്ലയിൽ ഒരു വിമാനത്താവളം വേണം എന്ന് ആവശ്യകത മുന്നോട്ട് വെക്കുന്നത് നമുക്കറിയാമല്ലോ. ശബരിമല പോലെ ഒരു പുണ്യമായ ക്ഷേത്രം, അനേകായിരം ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ വരുന്ന ഒരു ക്ഷേത്രമാണ് ശബരിമല ക്ഷേത്രം എന്ന് പറയുന്നത്. അത് അവിടെ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ഇന്ത്യയുടെ നാനാഭാഗത്തു നിന്നും തീർത്ഥാടകർ എത്തുന്ന സ്ഥലമാണ്. അവിടേക്കുള്ള കണക്ടിവിറ്റിയെ പറ്റി നിങ്ങൾ ആലോചിച്ച് നോക്കണം. റെയിൽ കണക്ടിവിറ്റി ഇല്ലാത്ത ഒരു പ്രദേശം, അതുപോലെ തന്നെ ഈ പറയുന്ന മറ്റ് കണക്ടിവിറ്റികളൊക്കെ വളരെ ഇല്ലാത്ത ഒരു പ്രദേശമാണ് ഈ പറയുന്ന പത്തനംതിട്ട ജില്ല എന്നുള്ളത്. ആർക്കും അറിയാവുന്ന കാര്യമാണ്. ആ പ്രദേശത്തേക്ക് ആ ജില്ലയിൽ ഒരു വിമാനത്താവളം വേണം എന്നുള്ള ആവശ്യകത വരുന്നത് ഒന്ന് ശബരിമല പോലെ ക്ഷേത്രം, അതുപോലെ പല ക്ഷേത്രങ്ങളും പത്തനംതിട്ടയുടെ പൈതൃകം പരിശോധിക്കുമ്പോൾ അവിടെയുള്ള പല ക്ഷേത്രങ്ങളും അത് നിറയെ തീർത്ഥാടകർ വന്ന് ചേരുന്ന ക്ഷേത്രങ്ങളാണ് പല ക്ഷേത്രങ്ങളും. അതുപോലെ തന്നെ മാരാവൺ കൺവെൻഷൻ ഉൾപ്പെടെയുള്ള പല സൗഹാർദ്ദമുള്ള കൺവെൻഷനുകൾ, ഹിന്ദു കൺവെൻഷനുകൾക്ക് ഉൾപ്പെടെ നടക്കുന്ന പ്രദേശമായ പത്തനംതിട്ട ജില്ല. അവിടെ അങ്ങനെ ഒരു വിമാനത്താവളം വേണം എന്നുള്ള ആവശ്യകത അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്.
പക്ഷെ അത് ആറന്മുള തന്നെ വേണം എന്നുള്ള പിടിവാശിയൊന്നും ഈ ഗവൺമെന്റിന് ഇല്ല. ഈ ഗവൺമെന്റ് എവിടെയാണ് അതുമായി ബന്ധപ്പെട്ട് അനുവാദം കൊടുത്തു എന്നുള്ള പച്ചക്കള്ളമല്ലേ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചോദിച്ചത് കേരളത്തിലെ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട ജില്ലാ കളക്ടർ അല്ലേ? ഇതുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു സ്വകാര്യ വ്യക്തി ഡ്രോൺ പരത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഗവൺമെന്റിന്റെ മുന്നിലേക്ക് വലിയ ആരോപണങ്ങളുമായി അങ്ങനെ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ഡ്രോൺ പറത്തി സർവേ നടത്താൻ പറ്റുമോ? സരിന് പറ്റുമോ? ഭൂമിയിൽ ഡ്രോൺ പറത്തി സർവേ നടത്താൻ പറ്റൂല. യൂട്ടോപ്പിയാണോ? അല്ല വിനോദ് ഒരു കാര്യം മനസ്സിലാക്കണം. ഈ ഗവൺമെന്റ് ജനങ്ങളോട് വികസന പ്രവർത്തനങ്ങൾ എന്ന് ഈ ഗവൺമെന്റിന്റെ മുന്നിലുള്ള കാര്യങ്ങളാണ്. ആ വികസന പ്രവർത്തനങ്ങൾ എങ്ങനെ ചെയ്യണം എന്നുള്ള പരിശോധനയും ആ വികസന പ്രവർത്തനങ്ങൾ എങ്ങനെ ചെയ്യും എന്നുള്ളതും ബജറ്റുമായി ബന്ധപ്പെട്ട് PD സതീശൻ ഗവൺമെന്റിന്റെ ഒരു മുഖമുദ്രയുണ്ട്. എന്താണ്? പാരിസ്ഥിതിക കാര്യങ്ങൾ നോക്കിക്കൊണ്ട് മാത്രമേ വികസന കാര്യങ്ങളുമായി മുന്നോട്ട് പോകത്തുള്ളൂ. ഈ പറയുന്ന നിങ്ങൾ P പ്രസാദിനെ പറ്റിയൊക്കെ വലിയ പുകഴ്ത്തി പറയുന്ന കേട്ടല്ലോ. കേരയിൽ പദ്ധതി കേരളത്തിലേക്ക് വന്നപ്പോ ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇതേ ഈ പരിസ്ഥിതിവാദി ഈ പറയുന്ന പദ്ധതി നല്ലതാണെന്നും പറഞ്ഞ് ക്ലാസ് എടുത്തത് എന്റെ നാട്ടിലാണ്. അദ്ദേഹത്തിന്റെ വീടിന്റെ മുറ്റത്തുള്ള ഒരു മല ഇടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്, പറ്റപ്പള്ളി മല. അതുമായി ബന്ധപ്പെട്ട സമരത്തിൽ പങ്കെടുത്ത ആളാണ് ഞാൻ. അദ്ദേഹം വീട് തുറന്നു നോക്കുമ്പോൾ കാണുന്ന മലയാണ് മറ്റപ്പള്ളി മല എന്ന് പറയുന്ന മല. ആ മല പോകുമ്പോൾ ഒരു അക്ഷരം പോലും മിണ്ടാതെ മന്ത്രിസ്ഥാനത്തിരുന്ന ആളാണ് ഈ പറയുന്ന P പ്രസാദിനെ പോലെയുള്ള ആളുകൾ. അല്ലാതെ വികസന പദ്ധതികൾ വരുമ്പോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഗവൺമെന്റ് ഭരിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ഗവൺമെന്റിനെതിരെയുള്ള ആരോപണങ്ങളുമായി മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. പത്തനംതിട്ടയെ സംബന്ധിച്ച് പത്തനംതിട്ടയിൽ വിശ്വാസങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് അതായത് ആറന്മുള ക്ഷേത്രവുമായി ബന്ധപ്പെട്ടായാലും ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ടായാലും ഏത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടായാലും അവിടുത്തെ വിശ്വാസങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് അവിടുത്തെ പരിസ്ഥിതിക്ക് കൂടുതൽ ഊന്നൽ കൊടുത്തുകൊണ്ട് പരിസ്ഥിതിവാദങ്ങൾക്കെല്ലാം ഊന്നൽ കൊടുത്തുകൊണ്ട് ഉള്ള വികസന പദ്ധതികൾ ആ പദ്ധതികൾ എന്തൊക്കെയാണെങ്കിലും അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകും. അത് പത്തനംതിട്ടയിൽ ഒരു വിമാനത്താവളം വേണമെന്ന് ഈ ഗവൺമെന്റിനെയോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ആളുകളുടെ ആവശ്യമാണ്. അവിടെ ഒരു IT പാർക്ക് നിർമ്മിക്കണമെങ്കിൽ അവിടെ ഒരു IT പാർക്ക് ഉണ്ടാവണമെങ്കിൽ അവിടെ കണക്ടിവിറ്റി ഇല്ലാതെ അവിടെ IT പാർക്ക് ഉണ്ടാകത്തില്ല. IT പാർക്ക് ഇല്ലാതെ എവിടെയെങ്കിലും ഈ പറയുന്ന വിമാനത്താവളങ്ങൾ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട അയോധ്യ തന്നെ നിങ്ങൾ എടുത്ത് നോക്കൂ. അയോധ്യയിൽ ആദ്യം ക്ഷേത്രം പണിയുന്നതിന് മുമ്പ് ആദ്യം ഉണ്ടായത് വിമാനത്താവളം അല്ലേ? അതുപോലെ ശബരിമല ക്ഷേത്രത്തിൽ ആളുകൾ വരണ്ടേ? അതുപോലെ ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വികസനങ്ങൾ നടക്കണ്ടേ? പത്തനംതിട്ടക്കാർക്ക് ജോലി ലഭിക്കണ്ടേ? പത്തനംതിട്ട ആറന്മുളയുമായി പ്രദേശത്തുള്ള യുവജനങ്ങളൊക്കെ വെളിനാട്ടിലേക്ക് പോകാതെ അവിടെ ഉള്ളവർക്ക് ജോലി ലഭിക്കണ്ടേ? അവിടെ വികസന കാര്യങ്ങൾ നടപ്പിലാക്കണ്ടേ? അപ്പോൾ അങ്ങനെയുള്ള വികസന കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിന് കോലി വെക്കുന്ന ചെക്ക് വെക്കുന്ന രീതിയിലേക്ക് പല പാർട്ടിക്കാരും പല സംവിധാനങ്ങളും മാറുന്നതിന്റെ ഫലമായിട്ടാണ് നിങ്ങളൊക്കെ അവിടെ തോറ്റ് തുന്നം പാടിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഇവിടെ ഡ്രോൺ പരത്തിയുമായി ബന്ധപ്പെട്ട് ഈ സർക്കാരിന്റെ മണ്ടയ്ക്ക് ഒക്കെ ഒരു ചാപ്പ് കുത്താമെന്ന് വിചാരിച്ചാൽ അതൊന്നും നടക്കത്തില്ല വിനോദേ. അവിടെ സർക്കാർ അറിയാതെ ഡ്രോൺ പറത്തിയിട്ടുണ്ടെങ്കിൽ ആ ഡ്രോൺ പറത്തിയ ആളെക്കെതിരെ നടപടി എടുക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ചോദിച്ചത് കേരള ഗവൺമെന്റുമായി ബന്ധപ്പെട്ട ജില്ലാ കളക്ടറാണ്. അവിടുത്തെ വില്ലേജുമായി ബന്ധപ്പെട്ടാണ് റിപ്പോർട്ട് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയൊന്നും ഈ ഗവൺമെന്റിനെ അങ്ങനെയൊന്നും ചാപ്പ കുത്തി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. വികസന പ്രവർത്തനം നടക്കും. അത് കൊച്ചി മെട്രോ ആയാലും വിഴിഞ്ഞം തുറമുഖ പദ്ധതി ആയാലും ഈ കേരളത്തിലെ ഓരോ എണ്ണി പറയാനുള്ള വികസന പ്രവർത്തനങ്ങൾ എല്ലാം നടത്തിയിട്ടുള്ള ഇച്ഛാശക്തിയുള്ള ഒരു ഗവൺമെന്റ് ആണെങ്കിൽ അതുപോലെ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പാർട്ടി കോൺഗ്രസ് പാർട്ടിയാണ് നേതൃത്വം കൊടുക്കുന്നതെങ്കിൽ വികസന പ്രവർത്തനം ഉണ്ടാവും. അത് പത്തനംതിട്ടക്കാർക്ക് അഭിമാനിക്കാവുന്ന വികസന പ്രവർത്തനം ഉണ്ടാവും. അത് ഈ പറയുന്ന പോലെ പത്തനംതിട്ട ആറന്മുളയുടെ MLA പറഞ്ഞതുപോലെ പരിസ്ഥിതിയെ നോക്കിക്കൊണ്ട് വിശ്വാസങ്ങളെ സംരക്ഷിച്ചുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട അഡ്വക്കേറ്റ് സതീഷ് വാസന്തൊക്കെ വന്നിട്ട് ഈ പറയുന്ന രീതിയിലേക്ക് വന്നപ്പോൾ അദ്ദേഹമൊക്കെ എവിടെ പോയേക്കായിരുന്നു? കേരളയുമായി ബന്ധപ്പെട്ട് വന്നപ്പോ ഈ പരിസരവാദം എവിടെ പോയായിരുന്നു? കേരളവുമായി ബന്ധപ്പെട്ട ആ പാവപ്പെട്ട ജനങ്ങളുടെ മണ്ടയ്ക്കൊക്കെ ഈ മഞ്ഞക്കുത്തിയുമായി ബന്ധപ്പെട്ട് വന്നപ്പോ ഈ പറയുന്ന ആളുകളെ ഒന്നും കണ്ടില്ലല്ലോ. ഈ CPM-മായി ബന്ധപ്പെട്ടോ ഒരു പരിസ്ഥിതിവാദികളെ ഞങ്ങൾ കണ്ടില്ലല്ലോ കേരളത്തിൽ. അന്നെല്ലാം നടന്ന് ക്ലാസ് എടുക്കുമല്ലായിരുന്നോ ഈ മന്ത്രിമാരൊക്കെ? നിയോജകമണ്ഡലം കേന്ദ്രീകരിച്ച് ക്ലാസ് എടുക്കുമല്ലായിരുന്നോ? DPR പോലും മര്യാദയ്ക്ക് പരിശോധിക്കാതെ പരിസ്ഥിതി ആഘാത പഠനം പോലും നടത്താതെ അങ്ങനെ ഒരു പദ്ധതിയുമായി കേരളത്തിലേക്ക് വന്നപ്പോ പരിസ്ഥിതിയെ സംരക്ഷിച്ചുകൊണ്ട് പോകുന്ന ഒരു പാർട്ടിയുടെ മുഖമായിരുന്നെങ്കിൽ അന്നൊക്കെ ഇദ്ദേഹത്തിനെ പോലെയുള്ളവരൊക്കെ അവിടെ വന്നിരുന്ന് സംസാരിക്കണ്ടായിരുന്നു. ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അവിടെ പോലീസിനെ ഉപയോഗിച്ച് നരനാരായിട്ട് നടത്തിയില്ലേ ഈ പാവപ്പെട്ട ആളുകൾക്കെതിരെ? കേരളയുമായി ബന്ധപ്പെട്ട് ഭൂമി നഷ്ടപ്പെടുന്നവരും പരിസ്ഥിതിവാദികളുമായ ആൾക്കാർക്കെതിരെ നരനാരായിട്ട് നടത്തി. സർക്കാരിന്റെ പേരെന്താ? LDF സർക്കാരല്ലേ? ആ സർക്കാരല്ലേ ഈ ആറന്മുള വിമാനത്താവളവുമായി ബന്ധപ്പെട്ട 2016 മുട്ടയെ വെച്ച് ഒപ്പിട്ട് കൊടുത്തു എന്ന് പറയുന്നത്? അതല്ലേ നമ്മൾ ചർച്ച ചെയ്യേണ്ടത്? ഈ പറയുന്ന VD സതീശന്റെ ഗവൺമെന്റ് എവിടെയാണ് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇടപെട്ടിട്ടുള്ളത്? ഒരു കാര്യം നിങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ ഇതുമായി ബന്ധപ്പെട്ട്? വികസന പദ്ധതികൾക്ക് ആരും എതിരല്ല. വികസനം ഉണ്ടാവണം. അത് കാലത്തിനനുസരിച്ച് വികസനം വന്നേ മതിയാകുകയുള്ളൂ. പക്ഷേ അതൊക്കെ സർക്കാരുമായി ബന്ധപ്പെടാത്ത സ്വകാര്യ വ്യക്തികൾ സ്വന്തം താല്പര്യത്തിന് വേണ്ടി സർക്കാരിൻ്റെ സംവിധാനങ്ങളെ പോലും മറികടന്ന് അവർ അത്തരം സർവേയുമായി മുന്നോട്ട് പോകുമ്പോൾ അതിനെ എല്ലാ അർത്ഥത്തിലും എതിർക്കണം എന്നുള്ള അഭിപ്രായമാണ് പൊതുവെ ഉയർന്നു വരുന്നത്. അത് തന്നെയാണ് ഇവിടെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം.